ഹായ്, ഇന്ന് ഞാൻ എൻ്റെ പ്രഗ്നൻസി വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം അത് ഇപ്പം തന്നെ കുറേ ഡിലേ ആയി. എൻ്റെ ബേബിക്ക് ഇപ്പം 5 മാസമായി. അപ്പോൾ തന്നെ ഇത്ര ഡിലേ ആയതിൻ്റെ കാരണം അറിയാലോ, കുഞ്ഞുവാവ് വന്നതിന് ശേഷം നമ്മുടെ ആ സ്റ്റാർട്ടിങ് ടൈമിലൊരു കുറച്ച് ഡിലേ വരുമെന്നറിയാലോ. കാരണം അവിടുത്തെ തിരക്കും കുഞ്ഞിനെ നോക്കാൻ ഉള്ള നമുക്കറിയില്ലായിരുന്നു ബേബീനെ എങ്ങനെ നോക്കണം എന്നൊക്കെ. അപ്പം ബേബീനെ എങ്ങനെ നോക്കണം, എടുക്കണം, ബേബിക്ക് ഫീഡ് ചെയ്യുന്നത്, പിന്നെ ഉറക്കത്തിൻ്റെ പ്രശ്നം, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ പ്രോപ്പറായിട്ട് എഡിറ്റ് ചെയ്യാനോ വോയിസ് കൊടുക്കാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇത്രയും ഡിലേ ആയത്. പിന്നെ ഞങ്ങളുടെ ലൈഫിലേക്ക് തക്കട് വരുന്നു എന്ന് പറഞ്ഞൊരു കഴിഞ്ഞ വർഷം ജൂലൈ 3-നാണ്. ആ ജൂലൈ 3-ന് ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. വിശാഖിൻ്റെ ബർത്ത്ഡേയും കൂടിയാണ്. അന്ന് ഞങ്ങളൊരു റിസോർട്ടിൽ ബർത്ത്ഡേ ആഘോഷിക്കാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ റിസോർട്ടൊക്കെ ബുക്ക് ചെയ്തെല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കായിരുന്നു. പക്ഷേങ്കിൽ എന്താണെന്ന് വെച്ചാൽ അന്ന് എൻ്റെ വീട്ടിൽ നിന്ന് പെട്ടെന്നൊരു കോള് വന്നു. ഒരു ഉച്ച സമയമൊക്കെ ആയപ്പോഴാണെന്ന് തോന്നുന്നു എൻ്റെ വീട്ടിൽ നിന്നൊരു കോള് വന്നു. ഇതുപോലെ അമ്മയച്ഛനും വിളിച്ചായിരുന്നു. അമ്മയച്ഛനും വിളിച്ചിട്ട് എൻ്റെ പെറ്റുണ്ട് അപ്പു. അവൻ എൻ്റെ കൂടെ ഒരു 10 വർഷത്തോളം ഉണ്ടായിരുന്നു. ഞാനുമായിട്ട് ഭയങ്കര അറ്റാച്ച്ഡാണ്. എനിക്ക് 2 പെറ്റാണുള്ളത്, ഒന്ന് വാവാച്ചി, ഒന്ന് അപ്പു. അതിൽ രണ്ടുപേരും ഞാനുമായിട്ട് നല്ല അറ്റാച്ച്ഡാണ്. അപ്പം അപ്പു എന്ന് പറഞ്ഞ ഒരു പ്രത്യേക കളിയും ഒക്കെ ആയിട്ട് ഭയങ്കര ആക്റ്റീവായിരുന്നു. അപ്പോൾ പെട്ടെന്നാണ് അവനൊരു ലിവർ ഫെയിലിയർ ഉണ്ടെന്ന് വീട്ടുകാരറിഞ്ഞപ്പോൾ അവരത് എന്നോട് പറഞ്ഞില്ല. അവന് സുഖമില്ല എന്ന് മാത്രമേ എന്നോട് പറഞ്ഞോളൂ, തീരെ വയ്യ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ബർത്ത്ഡേ ആഘോഷിക്കാൻ നിന്നില്ല. കാരണം വിശാഖിൻ്റെ ബർത്ത്ഡേ എനിക്കൊരു സന്തോഷമുള്ള കാര്യമായിരുന്നു. എങ്കിൽ പോലും അപ്പൂന് വയ്യ എന്ന് പറഞ്ഞപ്പോൾ അതെന്നെ ഒരുപാട് സങ്കടപ്പെടുത്തിയൊരു കാര്യമാണ്. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ വിശാഖിന് ഇവിടെ വർക്ക് ഉണ്ടായതുകൊണ്ട് വിശാഖ് വന്നില്ല. ഞാൻ ഇവിടുന്ന് ട്രെയിൻ കയറി, എൻ്റെ വീട് അടൂരാണ്, അടൂരേക്ക് പോവുമായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ആണ് അറിയുന്നത് അവൻ പോയെന്നുള്ളത്. കാരണം എന്നോടത് ആരും പറഞ്ഞില്ല. വിശാഖിനും അറിയാമായിരുന്നു അവൻ പോയെന്നുള്ളത്, പക്ഷെ വിശാഖും പറഞ്ഞില്ല, അമ്മയച്ഛനും ആരും പറഞ്ഞില്ല. അപ്പോൾ അങ്ങനെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ പോയെന്ന് പറഞ്ഞു. അത് ഭയങ്കര ഇപ്പോഴും ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം വരുന്നൊരു കാര്യമാണ്. അങ്ങനെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് അത്രയും സങ്കടത്തോടെ ഇരിക്കുകയാണ്. അപ്പോഴാണ് എനിക്കൊരു എന്താ പറയുന്ന വയ്യായ്കയും ക്ഷീണവും അസ്വസ്ഥതയൊക്കെ തോന്നിയായിരുന്നു. അപ്പം ഒരു ഡൗട്ട് തോന്നിയിട്ടാണ് ഞാൻ പ്രഗ്നൻസി കിറ്റ് വാങ്ങിച്ചിട്ട് വീട്ടിൽ വെച്ചാണ് നോക്കണത്. ആ ജൂലൈ 3-ന് തന്നെയാണ് നോക്കണത്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പീരീഡ്സ് ഒന്ന് തെറ്റിയായിരുന്നു. കാരണം പീരീഡ്സ് എനിക്ക് കറക്റ്റ് ഡേറ്റിൽ വരാറുണ്ടായി. അപ്പം അത് ആ ഡേറ്റിൽ വരാതായി വൈകിയപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയായിട്ട്. അപ്പം കറക്റ്റ് വിസിബിൾ അല്ലായിരുന്നു. 1 ലൈനൊക്കെ ഒരു കറക്റ്റ് ചെറിയൊരു നരോ പോലൊക്കെ വരുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ജൂലൈ 3-ന് എനിക്ക് അത്രയും ക്ഷീണം തോന്നിയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ പ്രഗ്നൻസി കിറ്റ് വെച്ചിട്ട് നോക്കിയപ്പോൾ പ്രഗ്നൻ്റ് ആണ്, പോസിറ്റീവാണ്. 2 ലൈൻ കണ്ടു. അപ്പം എൻ്റെ ജീവിതത്തിൽ അന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുഞ്ഞ് വരുന്നു, വിശാഖിൻ്റെ ബർത്ത്ഡേ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ പെറ്റ് അപ്പു പോണു, ഇതെല്ലാം ഒരു ദിവസമാണ് നടന്നത് സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ. കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞാൽ 2024 ഇതെല്ലാം ഒരു ദിവസം നടന്നപ്പോൾ അപ്പു പോയത് സങ്കടം എൻ്റെ ബേബി വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ സങ്കടം മാറി അവിടെ ഒരു സന്തോഷവും വന്നു അന്ന് തന്നെ. പക്ഷെ രണ്ടും കൂടി എനിക്ക് ബാലൻസ് ചെയ്യാനും പറ്റുന്നുണ്ടായിരുന്നില്ല. സങ്കടവും സന്തോഷവും എല്ലാം കൂടിയായിട്ട് വല്ലാത്തൊരവസ്ഥയായിരുന്നു. പിന്നെ ഞാനിത് കഴിഞ്ഞിട്ട് വിശാഖ കൊച്ചിയിൽ വീട്ടിലായിരുന്നു. അപ്പം ഞാൻ വിശാഖിനെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു. കാരണം എനിക്ക് അത്രയും സങ്കടവും ഉണ്ട്. അപ്പോൾ ഈ സന്തോഷ വാർത്ത ഞാൻ അറിയിച്ചപ്പോൾ തന്നെ ഒരു സർപ്രൈസാണ് ഞാൻ കൊടുത്തേട്ടാ. ഞാൻ വിളിച്ചറിയിക്കാൻ നിന്നില്ല. ഈ പ്രഗ്നൻസി കിറ്റിൻ്റെ ഫോട്ടോ വീഡിയോ കോൾ ചെയ്തിട്ട് അത് കാണിച്ചു കൊടുത്തു. അപ്പോൾ പെട്ടെന്ന് ആൾ വിശാഖ ഞെട്ടിപ്പോയി. കാരണം ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഒരു ബേബി വരുന്നു. അപ്പം ഭയങ്കര നമ്മൾ ബേബിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം നമ്മൾ ഇപ്പം വേണ്ടാന്ന് വെച്ചിട്ട് വന്നതല്ല ബേബി, നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു 1 ഇയർ കഴിഞ്ഞപ്പോൾ തൊട്ട് നമുക്കിനി ഒരു ബേബി ആയാലോ എന്ന് നമ്മൾ നോക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം പെട്ടെന്ന് കുഞ്ഞായി പോസിറ്റീവാണ്, പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ വിശാഖ് ഭയങ്കര സന്തോഷത്തിലായിരുന്നു. പക്ഷെ അതിനോടൊപ്പം തന്നെ അപ്പു പോയതിൻ്റെ സങ്കടവും ഉണ്ടായതുകൊണ്ട് വിശാഖ് എന്നെ കുറേ ആശ്വസിപ്പിച്ച്, കുഴപ്പമില്ല, അപ്പു പോയാൽ എന്താ, കുഞ്ഞുവാവ വന്നില്ലേ,
എന്നൊക്കെ പറഞ്ഞു കുറേ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ. പിന്നെ ഞാൻ പിറ്റേന്ന് തന്നെ ഹോസ്പിറ്റലിലും പോയി. ഞാൻ പിറ്റേന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോയി. എൻ്റെ വീട്ടിലായിരുന്നല്ലോ, അപ്പം ഞാൻ ലൈഫ് ലൈനിലാണ് പോയത്. ലൈഫ് ലൈനിൽ പോയിട്ട് ചെക്കപ്പ് ചെയ്തപ്പോൾ, ബ്ലഡൊക്കെ ചെക്കപ്പ് ചെയ്തപ്പോൾ ഓക്കെ, അപ്പോൾ കൺഫേം ആക്കി. അപ്പം ചെന്ന് ടെസ്റ്റ് ചെയ്ത് റിസൾട്ടൊക്കെ വന്നപ്പം, പിന്നെ അത് കഴിഞ്ഞ് റിസൾട്ടായിട്ട് ഡോക്ടറിനെ ചെന്ന് കണ്ടപ്പം ജൂൺ തൊട്ടാണ് ഗ്രോത്ത് തുടങ്ങിയത്. അപ്പം ഞാൻ ഡോക്ടറിനെ കാണുന്ന ടൈമിൽ 5 വീക്സ് ആയായിരുന്നു. ബേബി വന്നിട്ട് 5 വീക്സ് ആയിരുന്നു. അപ്പം എന്നിട്ട് ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു 3 മന്ത് എന്തായാലും ശ്രദ്ധിക്കണം, കാരണം നമ്മുടെ 3 മന്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ. നമ്മുടെ ജീവിതത്തിലേക്ക് ബേബി വരുമോ ഇല്ലേ എന്നൊക്കെ ഉള്ളൊരു കറക്റ്റൊരു എന്താ പറയുന്നത് അറിയാൻ പറ്റുന്ന ഈ 3 മാസത്തിനുള്ളിലല്ലേ. കാരണം നമ്മൾ ഇരിക്കുന്നതും നടക്കുന്നതും നിൽക്കുന്നതും ഒക്കെ വളരെ ശ്രദ്ധിച്ച് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ട്രാവലിംഗ് ആണെങ്കിലും എല്ലാം വളരെ ശ്രദ്ധിച്ച് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് ഈ പ്രഗ്നൻസിയുടേതായിട്ടുള്ള വൊമിറ്റിങ്ങോ അസ്വസ്ഥതയോ തലചുറ്റലോ അങ്ങനത്തെ ഒരു ദൈവം സഹായിച്ച് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും സ്റ്റാർട്ടിങ് തൊട്ടേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ എന്താ പറയുന്നത്, വൊമിറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്, ഒറ്റൊരു ടൈമിൽ വൊമിറ്റ് ചെയ്തിട്ടുള്ളൂ. അത് എന്തോ എനിക്ക് വൊമിറ്റ് ചെയ്യാൻ തോന്നിയിട്ട് ഞാൻ മാത്രം എന്താ പ്രഗ്നൻ്റ് ആയിട്ട് വൊമിറ്റ് ചെയ്യാത്ത, എല്ലാവരും വൊമിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് ആലോചിച്ചപ്പോൾ ഞാൻ തന്നെ എന്താ പറയുന്നത്, എനിക്ക് വല്ലാതെ തോന്നിയ ഒരു സമയത്ത് ഞാൻ തന്നെ ഉള്ളിൽ കൈയിട്ടിട്ട് ഛർദ്ദിച്ച അല്ലാതെ ഇന്ന് വരെ വൊമിറ്റ് ചെയ്തിട്ടില്ല. പിന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ ആ ടൈമിലാണെങ്കിൽ ആ ഒരു 9 മന്ത്സും ആണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഞാൻ വീട്ടിലെ പിന്നെ എന്താ പറയുന്നത് കിച്ചണിലെ ജോലികളാണെങ്കിലും ഫുഡ് ഉണ്ടാക്കലാണെങ്കിലും ട്രാവലിംഗ് ആണെങ്കിലും ഞാൻ വർക്കിന് പോകുന്നുണ്ടായിരുന്നു. ആ ടൈമിൽ ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിയിലായിരുന്നു വർക്ക്. പിന്നെ എല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ 3 മാസം നമ്മൾ ശ്രദ്ധിക്കുന്ന പോലെ ഇരിക്കും. പിന്നെ ഒരു പ്രോപ്പർ ഗ്രോത്തൊക്കെ ഈ 3 മാസമാണല്ലോ നമുക്ക് അറിയാൻ പറ്റുന്നത്. ആ 3 മാസം കൊണ്ടാണല്ലോ നമ്മൾ അറിയണത് ഈ കുഞ്ഞ് ഭൂമിയിലേക്ക് വരുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ. കാരണം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്കത് നഷ്ടമാവും. അപ്പം ഞാൻ അത്രയും എന്തായാലും 3 മന്ത് ഞാൻ ശ്രദ്ധിച്ചു, നന്നായിട്ട് ശ്രദ്ധിച്ചു. ആ 3 മന്തും എന്നെ കിച്ചണിൽ ഞാൻ ഒന്നും ചെയ്യാനൊന്നും കയറിയിട്ടില്ല. വിശാഖ തന്നെയായിരുന്നു എല്ലാം എനിക്ക് ചെയ്തു തരുന്നത്. എൻ്റെ ഡ്രസ്സാണെങ്കിലും എല്ലാ കാര്യങ്ങളും വിശാഖ തന്നെയായിരുന്നു ചെയ്യുന്നത്. 3 മന്ത്സ് ഞാൻ ഫുൾ റെസ്റ്റിലായിരുന്നു. പിന്നെ ആ ടൈമിൽ ഒരു ബേബി വന്നെന്നറിഞ്ഞതിന് ശേഷമാണ് വിശാഖ് ഒരു പുതിയ ബിസിനസ്സിലേക്ക് തിരിഞ്ഞു. കാരണം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബിസിനസ്സിലേക്ക് പോയി. വേറൊരു സ്ഥലത്ത് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് സ്വന്തമായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബിസിനസ് തുടങ്ങി. ഞാൻ വേറൊരു സമയത്ത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ ഞാൻ വ്ളോഗിങ്ങും സ്റ്റാർട്ട് ചെയ്തു. കാരണം ഞങ്ങൾക്ക് ബേബി വന്നു എന്നറിഞ്ഞ നിമിഷം മുതൽ ഞങ്ങൾ കുറച്ചുകൂടെ എന്താ പറയുക ഫിനാൻഷ്യൽ ഫ്രീഡവും ഒക്കെ ഞങ്ങളുടെ ലൈഫിൽ സന്തോഷവും എല്ലാം ഞങ്ങളുടെ ലൈഫിൽ പെട്ടെന്ന് വന്ന പോലായി. കാരണം ഞങ്ങൾ അതിന് ശേഷം ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ പേടിയുണ്ടായിരുന്നു. കാരണം ഈ ബേബി ഒന്ന് പുറത്ത് വരുന്നത് നമുക്ക് എന്തായാലും ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ. അങ്ങനത്തെ ഒരു ടെൻഷൻ ഒഴിച്ച് ബാക്കി സൈഡെല്ലാം ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം വർക്ക് സൈഡിലാണെങ്കിലും അല്ലാത്ത വിശാഖിൻ്റെ ആണെങ്കിലും വർക്ക് പ്രഷറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുറച്ച് അറിയാമല്ലോ, കുറച്ച് പ്രശ്നങ്ങളൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ നമ്മുടെ കുഞ്ഞ് വന്നതിന് ശേഷം എല്ലാം മാറിക്കിട്ടി. അപ്പം ഞങ്ങൾ വിചാരിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ വന്നത് ഞങ്ങളുടെ ഭാഗ്യമാണെന്നാണ്. കാരണം അവൻ വന്നു എന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് ഞങ്ങൾക്ക് ദൈവം സഹായിച്ച് ഒരു നല്ല കാലം, അവൻ വന്നു എന്ന് അറിഞ്ഞപ്പോൾ തൊട്ടാണ് ശരിക്കും ഞങ്ങൾക്കൊരു നല്ല കാലം തുടങ്ങിയെന്ന് തന്നെ പറയാം. കാരണം ഒരു വർഷം ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചു. അതിനുശേഷം അവൻ വരുന്നു എന്ന് അറിഞ്ഞു. അതിനുശേഷം ഞങ്ങൾ ഈ ഒരു വർഷം ജീവിച്ചതിനെക്കാട്ടി എന്തുകൊണ്ടും ഒരുപാട് 4 ഇരട്ടി ബെറ്റർ എന്ന് പറയാം. ഞങ്ങളുടെ ലൈഫ് സ്റ്റൈലേ ചേഞ്ച് ആയിപ്പോയി. പിന്നെ ഞാൻ വ്ളോഗിങ് ഒക്കെ തുടങ്ങി. ഞാൻ ഫുൾ ആക്റ്റീവായിരുന്നു. കാരണം എൻ്റെ ബേബി വന്നതിന് ശേഷമാണ് ഞാൻ വ്ളോഗിങ് തുടങ്ങിയത്. കാരണം അതുവരെ ഞാൻ വ്ളോഗിങ് ചെയ്തിട്ടുണ്ടായില്ല. ഞാൻ ആക്ടിങ്ങും ഡബ്ബിങ്ങും ഒക്കെ ആയിട്ട് ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ലൈഫിൽ. പക്ഷേ ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ്. എന്നെ കൊണ്ട് പറ്റുമെന്ന് എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്ത കാര്യമായിരുന്നു. പക്ഷേ എനിക്ക് ഫുൾ എന്നെ സപ്പോർട്ട് ചെയ്ത് നിന്നെയും കൊണ്ട് പറ്റും, അത് ചെയ്താലല്ലേ പറ്റുള്ളൂ, ചെയ്തല്ലേ ബെറ്റർ ആവുള്ളൂ എന്ന് പറഞ്ഞ് എന്നെ പ്രോത്സാഹിപ്പിച്ചത് വിശാഖ. അങ്ങനെയാണ് ഞാൻ ഫുൾ കോൺഫിഡൻസിൽ വന്ന് ഇന്ന് ഇത് ചെയ്യാൻ തുടങ്ങിയത്.
അങ്ങനെ ഫുൾ വ്ളോഗിങ് ഒക്കെ ആയിട്ട് പോയി. കാരണം ഡോക്ടേഴ്സ് ആണെങ്കിലും പറയുന്നത് നമ്മൾ ഫുൾ ടൈം ഹാപ്പി ആയിട്ട് ഇരിക്കണം, എങ്കിൽ മാത്രമേ നമ്മുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞുവാവയും ഹാപ്പി ആയിട്ടുള്ളൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ബേബി വരുള്ളൂ എന്നാണ്. നമ്മളെപ്പോഴും സങ്കടമാണെങ്കിൽ ജനിക്കുന്ന കുഞ്ഞും അങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞ് എല്ലാവരും പണ്ട് തൊട്ടേ അങ്ങനെയാണ് പറയണത്. നമ്മൾ കൺസൾട്ട് ചെയ്യാൻ പോകുമ്പോഴും ഡോക്ടേഴ്സ് ആണെങ്കിലും നമുക്ക് അങ്ങനെയാണ്, നമ്മളോട് അങ്ങനെയാണ് പറയണത്. അപ്പം ഞാൻ ഈ ഫുൾ ടൈം വ്ളോഗിങ് തുടങ്ങിയെന്ന് വെച്ചാൽ ഒട്ടും റെസ്റ്റില്ലാതെ ഒരു കുറച്ച് നേരം റെസ്റ്റിലിരുന്ന് വേറെ എന്തെങ്കിലും ചിന്തിക്കാം എന്ന് പോലും അങ്ങനെ പോലും ഒരു ഗ്യാപ്പ് കിട്ടാത്ത രീതിയിൽ ഞാൻ ഫുൾ ടൈം വർക്ക് എടുക്കാൻ തുടങ്ങി. ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച്. ഞാൻ 2 വീലർ ഓടിക്കുമായിരുന്നു, പക്ഷെ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞതിന് ശേഷം ഞാൻ 2 വീലർ എടുക്കാറുണ്ടായില്ല. വിശാഖ എന്നെ ഫുൾ ടൈം കാറിലായിരുന്നു കൊണ്ടുപോകുന്നത്. അപ്പം ഞാനും വിശാഖും കൂടി ഫുൾ ടൈം വ്ളോഗിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങി. അങ്ങനെ ഞാൻ ഫുൾ ഹാപ്പി ആയിരുന്നു കേട്ടോ. കാരണം എൻ്റെ ലൈഫിൽ ഞാൻ സത്യം പറഞ്ഞാൽ എല്ലാം മറന്നിട്ട് വേറൊന്നിലും, പണ്ടൊക്കെ ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എന്നെ ഭയങ്കരമായിട്ട് ബാധിച്ചിട്ട് ഞാൻ അതിരുന്ന് ചിന്തിച്ച് ഓവർ തിങ്ക് ചെയ്ത് കൊള്ളമാക്കി ചളമാക്കി അങ്ങനത്തെ ഒരു ആളായിരുന്നു ഞാൻ. പക്ഷേ ഞാൻ സത്യം പറഞ്ഞ വിശാഖിൻ്റെ കൂടെ വന്നതിന് ശേഷമാണ് ഓവർ തിങ്കിങ് ഇല്ല. കാരണം നാളെ എന്ത് സംഭവിക്കും, അത് സംഭവിക്കും, അതിനെപ്പറ്റി ഓവർ തിങ്കിങ് അങ്ങനെയില്ല. അപ്പോൾ അതൊക്കെ ആ ഒരു ക്യാരക്ടറൊക്കെ സത്യം പറഞ്ഞാൽ ഒരുപാട് മാറിയത് വിശാഖിൻ്റെ കൂടെ വന്നിട്ടാണ്. അതൊക്കെ മാറ്റിയത് തന്നെ നല്ലതാണ്. കാരണം നമ്മൾ ഈ പ്രഗ്നൻസി ടൈമിലൊക്കെ ഈ ഓവർ തിങ്കിങ് അങ്ങനെയുള്ള ബാഡായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക, അതൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് ബാധിക്കും. അപ്പം വ്ളോഗിങ് എനിക്ക് ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണ്. അതിനോടൊപ്പം തന്നെ ഞങ്ങൾ ട്രാവലിംഗ് തുടങ്ങിയായിരുന്നു. കാരണം ട്രാവലിങ് ആ സമയത്ത് ചെയ്യാമോ എന്നൊന്നും കൂടുതലൊന്നും സ്റ്റാർട്ടിങ് ടൈമല്ലേ, അപ്പം നമുക്ക് ട്രാവലിംഗ് കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ ട്രാവലിങ്ങും തുടങ്ങി. ഞങ്ങളെല്ലായിടത്തും ഇപ്പം മൂന്നാർ, അങ്ങനെ വയനാട്, അങ്ങനെ കുറേ സ്ഥലങ്ങൾ, കമ്പം, തേനി, അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങൾ ആ ടൈമിലാണ്, ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്താണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അതിനോടൊപ്പം തന്നെ ഫുഡ് വ്ളോഗും പലരും എൻ്റെ അടുത്ത് പറയാറുണ്ട്, മറ്റേ ഫുഡ് വ്ളോഗ് അത്ര എടുക്കണം നല്ലതല്ല, പ്രഗ്നൻ്റ് അല്ലേ, പുറത്ത് ഫുഡ് അത്ര നല്ലതല്ല. പക്ഷെ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പുറത്തെ എല്ലാ ഫുഡും കഴിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് അങ്ങനെ ഓവറായിട്ട് ഞാൻ കഴിക്കാറില്ലായിരുന്നു. കാരണം എനിക്ക് പേടിയുണ്ടായിരുന്നു ഉള്ളിൽ, എല്ലാവരും പറഞ്ഞുകൊണ്ട് ഉള്ളിൽ പേടിയുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എല്ലാം ആ സമയത്ത് ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡും ട്രാവലിങ്ങും എല്ലാമൊക്കെ ആയിട്ട് എല്ലാ വ്ളോഗും ഓടി നടന്ന് ചെയ്തുകൊണ്ടിരുന്ന ഒരു ടൈമായിരുന്നു. ആ ടൈമിൽ ഞാൻ ഭയങ്കരമായിട്ട് ബിസിയായി. ഇപ്പം അതർ സൈഡ് എനിക്ക് കുറച്ച് ഇഷ്യൂസും പ്രോബ്ലംസൊക്കെ ലൈഫിൽ വന്നിട്ടുണ്ടെങ്കിലും അതൊന്നും എന്നെ പേഴ്സണലി ബാധിച്ചിട്ടില്ല. അതാണ് എൻ്റെ എന്നുവെച്ചാൽ ആ ടൈമിൽ എനിക്ക് കുറച്ച് എൻ്റെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും കുറച്ച് ഇഷ്യൂസും ഞാനും വിശാഖൊക്കെ ഫുൾ ഹാപ്പി ആയിട്ട് ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ അതർ സൈഡ് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ എൻ്റെ ലൈഫിൽ വന്നെങ്കിലും ഞാനിതൊന്നും കാര്യമായിട്ട് എടുത്തിട്ടില്ല. കാരണം അതൊന്നും ആ ടൈമിൽ ഞാൻ അതിനെന്തെങ്കിലും റിയാക്ട് ചെയ്യുന്നു എന്നല്ലാതെ അതെൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് എൻ്റെ പേഴ്സണൽ ലൈഫിനെ ബാധിക്കുന്ന രീതിയിൽ ഒന്നും തന്നെ ഞാൻ എടുത്തിട്ടുമില്ല, ചെയ്തിട്ടുമില്ല. എൻ്റെ കാര്യങ്ങൾ നോക്കി ഞാൻ നല്ല രീതിയിൽ ആ ടൈം ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഞാൻ ഫുൾ ടൈം ഹാപ്പി ആയിരുന്നു. പ്രഗ്നൻ്റ് ആണെന്നുള്ളൊരു തോന്നലേ ഉണ്ടായിട്ടില്ല. ഫുൾ ആക്റ്റീവായിരുന്നു. പിന്നെ ഞങ്ങൾ കൺസൾട്ട് ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ എറണാകുളത്ത് വിജയലക്ഷ്മി ഹോസ്പിറ്റലിലായിരുന്നു. അത് അത്യാവശ്യം നല്ല ഹോസ്പിറ്റലാണ്. അപ്പം എവിടെ വേണം എന്ന് കുറേ നമ്മൾ നോക്കിയപ്പം വിജയലക്ഷ്മി, കാരണം എനിക്ക് ഓഫീസിലാണെങ്കിലും പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്തവരുടെ വൈഫാണെങ്കിലും അങ്ങനെ എല്ലാവരും സജസ്റ്റ് ചെയ്തത് എനിക്ക് വിജയലക്ഷ്മി. അപ്പം ഞാൻ വിജയലക്ഷ്മി തന്നെയാണ് കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ വിജയലക്ഷ്മിയിലാണ് കൺസൾട്ട് ചെയ്തത്. അവിടെ എല്ലാ മന്ത്ലിയും ചെക്കപ്പ് ഉണ്ടായിരുന്നു, എല്ലാ മന്തും ചെക്കപ്പ് ഉണ്ടായിരുന്നു. എല്ലാ മന്തും ചെക്കപ്പിനും കാര്യങ്ങൾക്കൊക്കെ പോവായിരുന്നു. ഡോക്ടർ പ്രത്യേകിച്ചൊന്നും പറയില്ല, ചെല്ലും, ഓക്കെയാണ്, ഓക്കെ, കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്, ബേബി ഓക്കെയാണ്, ഞാനും ഓക്കെയാണെന്ന് പറയും. ഇതിൽ കൂടുതലൊന്നും പറഞ്ഞ് ഡോക്ടർ പേടിപ്പിക്കാറൊന്നുമില്ല. അയ്യോ അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, അവിടുത്തെ ഡോക്ടർ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിൽ കൂടുതലിങ്ങനെ അയ്യോ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ അങ്ങനെയൊന്നും ചിന്തിക്കാനും പോയിട്ടില്ല. പിന്നെ ഈ ഓരോ ചെക്കപ്പിന് പോകുമ്പോഴും നമ്മുടെ മനസ്സിലെന്താണെന്ന് വെച്ചാൽ ഈ സ്കാനിങ്ങിൽ തക്കടുവിൻ്റെ ഓരോന്നും നമ്മൾ ഫസ്റ്റ് ടൈമിൽ നമ്മൾ കേൾക്കുന്ന ഹാർട്ട് ബീറ്റാണ്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഫീലിംഗ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. ഞാൻ അതിപ്പോൾ എങ്ങനെ എനിക്കത് നിങ്ങളോട് പറഞ്ഞറിയിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അതെനിക്കറിയില്ല. അത് വല്ലാത്തൊരു ഫീലിംഗ് ആണ് ഹാർട്ട് ബീറ്റ് നമുക്ക് കേൾക്കുമ്പോൾ.
അപ്പോൾ ഹാർട്ട് ബീറ്റൊക്കെ ഓക്കെയാണ്, നല്ല രീതിയിൽ ഹാർട്ട് ബീറ്റൊക്കെ ഉണ്ടെന്ന് ഡോക്ടർ പറയും ഓരോ ചെക്കപ്പിന് ചെല്ലുമ്പോഴും. അങ്ങനെ പിന്നെ ഓരോ ചെക്കപ്പിന് ചെല്ലുമ്പോഴും ഗ്രോത്ത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം ബെറ്ററാണോ, ഓക്കെ ഇപ്പോഴും അതിലും ബെറ്ററാണെന്ന് ഡോക്ടർ പറയുമ്പോൾ കുട്ടി നല്ല ആക്റ്റീവാണെന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. അപ്പം ഈ ആദ്യത്തെ ഹാർട്ട് ബീറ്റ് ആണെങ്കിൽ രണ്ടാമത്തെ സ്കാനിങ്ങിന് ചെല്ലുമ്പം ഇങ്ങനെ എന്താ പറയുന്നത്, കുഞ്ഞു കുഞ്ഞ് ഡെവലപ്മെൻ്റ് ഉണ്ടാവും. പിന്നെ തല കാണും, കൈ കാണും, കാല് കാണും. ഇതൊക്കെ ഇങ്ങനെ സ്കാനിങ്ങിൽ ഡോക്ടർ നമ്മളെ എടുത്ത് കാണിക്കുമ്പോൾ നമ്മൾ ഭയങ്കര സന്തോഷമായിരിക്കും ആ സമയത്ത്. കാരണം എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തേക്ക് വന്ന് കണ്ടാൽ മതി എന്നുള്ളൊരു ചിന്തയായിരിക്കും. കാരണം അത്രയും നമ്മളിങ്ങനെ വെയിറ്റിംഗ് ആണല്ലേ, ഈ 9 മാസവും നമ്മൾ ഈ ബേബിക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയല്ലേ. അപ്പോൾ അതിൻ്റെ ഓരോ വളർച്ചയും അതിൻ്റെ ഓരോ അത് പിന്നെ ഏറ്റവും കൂടുതൽ സന്തോഷം വരുന്നതെന്ന് പറഞ്ഞാൽ ചെക്കപ്പ് എല്ലാം കഴിഞ്ഞ് ഡോക്ടർ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് പറയും ബേബി നല്ല ആക്റ്റീവാണ് കേട്ടോ എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഒരു 7-ാം മാസം ആകുമ്പം ഞാൻ വീട്ടിലേക്ക് പോകാം എന്നാണ് വിചാരിച്ചിരുന്നത്. കാരണം നമ്മുടെ ഹിന്ദു കൾച്ചർ അനുസരിച്ച് 7 അല്ലെങ്കിൽ 9 അങ്ങനെയാണ് പണ്ട് തൊട്ട് എല്ലാ കാരണവന്മാരും പറഞ്ഞു വരുന്നത്. അപ്പം എനിക്ക് മുസ്ലിം ഫ്രണ്ട്സ് ഉണ്ട്, അവരോട് ചോദിച്ചപ്പോൾ അവർക്കും ഈ സെയിം കൾച്ചർ തന്നെയാണ്. പിന്നെ എനിക്ക് ക്രിസ്ത്യൻ ഫ്രണ്ട്സ് ഉണ്ട്, അവരോട് ചോദിച്ചപ്പോഴും അത് തന്നെ. അപ്പം എൻ്റെ എല്ലാ ആൾക്കാരും ഇത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അതിലെന്തെങ്കിലും ഉണ്ടാവും, എന്നാൽ പിന്നെ 7 അല്ലെങ്കിൽ 9 എന്തായാലും പോകും. എനിക്കിതിലൊന്നും വിശ്വാസമില്ലായിരുന്നു. 7 അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. എപ്പോഴെങ്കിലും ഒരു നല്ല ദിവസം നോക്കി ഇറങ്ങാം അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എല്ലാവരും അത് നോക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനും 7 അല്ലെങ്കിൽ 9 എന്നുള്ളതായി. പക്ഷേ 7-ാം മാസം പോകാമെന്നാണ് വിചാരിച്ചിരുന്നത്. വീട്ടിൽ എൻ്റെ അമ്മയും അച്ഛനും, ഞാൻ ഒറ്റ മോളാണ്. അവരെൻ്റെ അടുത്ത് പറഞ്ഞു ഒരു 7-ാം മാസം ഇങ്ങ് പോര് എന്നാണ് പറഞ്ഞത്. പക്ഷേ 7-ാം മാസം പോകാൻ അവിടെ ചെന്നാലും അമ്മയും അച്ഛനും ജോലിക്ക് പോവും. അപ്പം ഞാൻ ഒറ്റയ്ക്കും ഉണ്ടാവുള്ളൂ, ഞാനും വാവാച്ചി മാത്രമേ ഉണ്ടാവുള്ളൂ വീട്ടിൽ. അങ്ങനെ നോക്കിയപ്പോൾ ഇവിടെ വ്ളോഗിങ്ങും ചെയ്യുന്നുണ്ട്. ആ സമയത്തൊക്കെ നല്ല തിരക്കിട്ട് വ്ളോഗിങ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വ്ളോഗിങ് പെട്ടെന്ന് സ്റ്റോപ്പ് ആവുകയും ചെയ്യും, കാരണം ആ ഗ്യാപ്പ് വരികയും ചെയ്യും. 7-ാം മാസം പോകുമെന്ന് പറഞ്ഞാൽ 7, 8, 9 പിന്നെ ബേബി വന്നൊരു 3 മന്ത് കഴിഞ്ഞ് തിരിച്ച് വരാൻ പറ്റും. അപ്പോൾ ഒരു 6 മാസത്തോളം എല്ലാം നല്ല ഗ്യാപ്പ് വരും. അങ്ങനെ ആലോചിച്ചപ്പം 7 മാറ്റിയിട്ട് നമുക്കൊരു 9-ാം മാസം പോയാലോ എന്ന് ആലോചിച്ചിട്ട് 9 ആക്കി. 9-ാം മാസം എന്ന് പറയുമ്പോൾ 9-ാം മാസം ഫെബ്രുവരിയിലായിരുന്നു. ഫെബ്രുവരി ഒരു ഫസ്റ്റ് വീക്കൊക്കെ ആകുമ്പോൾ പോകാം എന്നാണ് വിചാരിച്ചത്. പക്ഷേ എന്നിട്ടും ഞാൻ അത് അപ്പോഴും വ്ളോഗിങ് ചെയ്യുന്നുള്ളതുകൊണ്ട് അപ്പോഴും ഇങ്ങനെ ഓരോ വ്ളോഗ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ചെയ്യാൻ എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. അപ്പോൾ അത് ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ ഫെബ്രുവരി 10 വരെ. വിശാഖ് പറഞ്ഞു ഇനി പറ്റൂല, കാരണം ഇത്രയും ദൂരം ട്രാവൽ ചെയ്യാൻ പറ്റൂല. ഇതിനു മുമ്പ് നമ്മൾ ഫെബ്രുവരി വീട്ടിൽ പോകാമെന്ന് വിചാരിക്കുന്നതിന് മുമ്പ് ഒന്നുകൂടെ ഡോക്ടറിനെ ചെന്ന് കൺസൾട്ട് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ലോങ് ട്രിപ്പ് ഒന്നും പറ്റൂല എന്ന്. കാരണം നമ്മൾ ഫെബ്രുവരി വീട്ടിൽ പോകുന്നതിന് മുമ്പ് മൂന്നാർ വരെ പോകാമെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തായിരുന്നു. ഡോക്ടറിനോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഹൈ റേഞ്ച് യാത്രകളെല്ലാം ഒഴിവാക്കണം, കാരണം ബേബി എപ്പോൾ വരും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഫെബ്രുവരി ലാസ്റ്റാണ് ഡോക്ടർ എനിക്ക് തന്ന ഡേറ്റ്. പക്ഷെ ആ ലാസ്റ്റ് ആണെങ്കിലും ഡോക്ടർ പറയുന്നത് എപ്പം വരും എന്നൊന്നും പറയാൻ നമുക്ക് പറ്റില്ല, നമ്മളൊരു ഡേറ്റ് തരുന്നേ ഉള്ളൂ, ചിലപ്പോൾ നേരത്തെ ആകാം എന്ന് പറഞ്ഞു. ഡോക്ടർമാർ പറയുന്ന 7-ാം മാസം കഴിഞ്ഞ് ഏത് സമയവും നമുക്ക് പ്രസവിക്കാം എന്നാണ് പറയുന്നത്. അന്ന് ഞാൻ 9-ാം മാസത്തിലൊരു ഫെബ്രുവരി 28 എനിക്ക് ഡേറ്റ് വന്നത്. ഞാനൊരു ഫെബ്രുവരി 10 പോയി ചോദിക്കുന്നത് മൂന്നാർ പൊക്കോട്ടെ, അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പൊക്കോട്ടെ എന്നൊക്കെ. ഡോക്ടർ പറഞ്ഞു എന്തായാലും വേണ്ട, കാരണം അതിന് മുമ്പ് ചോദിച്ചതിനെല്ലാം ഡോക്ടർ സമ്മതിച്ചിട്ടുണ്ടായിരുന്നു, ഇതെന്തായാലും വേണ്ടെന്ന് പറഞ്ഞു. എൻ്റെ വീട്ടിലേക്ക് ഇവിടുന്ന് ഒരു ട്രാവൽ ചെയ്യാനാണെങ്കിൽ ഒരു 3-4 മണിക്കൂറത്തെ 4 മണിക്കൂർ 3 അല്ല കേട്ടോ 4-4.5 മണിക്കൂറത്തെ ട്രാവലിംഗ് ഉണ്ട്. അടൂർ കഴിഞ്ഞ് പിന്നെയും പോകണം, ട്രാവലിംഗ് ഉണ്ട്. അതും ഡോക്ടർ പറഞ്ഞു ഇവിടെ അധികം നിൽക്കുന്നതും റിസ്ക്കാണ്, അവിടെയാണ് നോക്കുന്നതെങ്കിൽ ഡെലിവറി അവിടെയാണ് നോക്കുന്നതെങ്കിൽ ഇപ്പം തന്നെ പൊക്കോന്ന് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തു, ഒരു ഫെബ്രുവരി 10 തന്നെ പോകാൻ വേണ്ടി ബാഗും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തു. ഫെബ്രുവരി 10 ആയപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട് റെഡിയായിട്ട് ഇറങ്ങായിരുന്നു.
വീട്ടിലേക്ക് പോകാൻ നേരത്ത് ഞങ്ങളൊരു നൈറ്റാണ് ഞങ്ങൾ പോകാൻ ഇറങ്ങിയത്. നൈറ്റ് ഇറങ്ങുമ്പോൾ അധികം വണ്ടിത്തിരക്കും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പം ഞങ്ങൾ ഭയങ്കര കെയർഫുള്ളായിട്ടാണ് പോയത്. കാരണം ഇവിടുന്ന് ഒരു 4.5 മണിക്കൂർ വീട്ടിലേക്ക് പോകാൻ എടുക്കുള്ളെങ്കിൽ ഞങ്ങളൊരു 6 മണിക്കൂർ 6.5 മണിക്കൂർ കൊണ്ടാണ് അവിടെ എത്തിയത്. കാരണം ഭയങ്കര പതുക്കെ നിർത്തി ഇറങ്ങി അങ്ങനെയൊക്കെയാണ് പോയത്. ഭയങ്കര കെയർഫുള്ളായിട്ടാണ് പോയത്. അവിടെ ചെന്നിട്ട് വിശാഖും ഉണ്ടായിരുന്നു കൂടെ. അവിടെ ചെന്നിട്ട് ഞങ്ങൾ പിറ്റേന്ന് തന്നെ ലൈഫ് ലൈൻ, അടൂർ ലൈഫ് ലൈൻ ഹോസ്പിറ്റൽ, ലൈഫ് ലൈൻ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അവിടെയാണ് കാണിക്കണത് അന്ന് ആദ്യമായിട്ട്. അപ്പം നമ്മൾ വിജയലക്ഷ്മിയിൽ നിന്ന് പോയി റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചെല്ലാം കയ്യിലുണ്ടായിരുന്നു. പിറ്റേന്ന് തന്നെ ഞങ്ങൾ ലൈഫ് ലൈനിൽ പോയിട്ട് അവിടെ നമുക്ക് എല്ലാവരും ഏറ്റവും നല്ല ഡോക്ടർ ഏതാണെന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും സജസ്റ്റ് ചെയ്തത് നിർപ്പിൻ എന്ന് പറഞ്ഞ ഡോക്ടറിനെയാണ്. കാരണം അമ്മയുടെ കുറച്ച് ഫ്രണ്ട്സ് ആണെങ്കിലും എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ആണെങ്കിലും ഒക്കെ സജസ്റ്റ് ചെയ്തത് പുള്ളീനെയാണ്. കാരണം നിർപ്പിൻ സാറ് മാക്സിമം എന്താ പറയുന്നത്, പ്രസവിപ്പിക്കാനേ നോക്കുള്ളൂ. അപ്പം സിസേറിയൻ കഴിവതും ഒഴിവാക്കിയിട്ട് പ്രസവിക്കുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. കാരണം ഓപ്പറേഷൻ പുള്ളി കഴിവതും ഒഴിവാക്കുമെന്ന് പറഞ്ഞിട്ട് അപ്പം പുള്ളീനെ തന്നെയാണ് സജസ്റ്റ് ചെയ്തത്. അപ്പം നമ്മൾ നല്ല ഡോക്ടറാന്ന് അറിഞ്ഞപ്പോൾ പുള്ളീനെ തന്നെയാണ് കൺസൾട്ട് ചെയ്തത്. പിന്നെ ഞാൻ ചെറുപ്പം തൊട്ട് എന്തെങ്കിലും, എല്ലാവരുടെയും വിചാരം ലൈഫ് ലൈൻ ഒരു പ്രഗ്നൻസിക്ക് വേണ്ടി മാത്രമുള്ളൊരു ഹോസ്പിറ്റലാണ്. അല്ല കേട്ടോ. കാരണം പ്രഗ്നൻസിയാണ് അവരുടെ മെയിൻ. പക്ഷേ എങ്കിൽ അവിടെ എല്ലാ കാറ്റഗറിയും ഉണ്ട്. അപ്പോൾ ഫിസിഷ്യനും അങ്ങനെ എല്ലാ കാറ്റഗറിയും ഉണ്ട്. അപ്പം ഞാൻ ചെറുപ്പം തൊട്ട് പനി അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നാലും കൺസൾട്ട് ചെയ്യാൻ പോകുന്നത് ലൈഫ് ലൈനിൽ തന്നെ ആയിരുന്നു. അപ്പം നിർഫിൻ സാറിനെ കണ്ട് ഡീറ്റെയിൽ നമ്മൾ വിജയലക്ഷ്മിയിൽ നിന്ന് കളക്ട് ചെയ്ത റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ കാണിച്ചു. അവിടെ ചെന്ന് പുള്ളി സ്കാനിങ്ങും ചെക്കപ്പൊക്കെ നടത്തി. അപ്പോൾ ഓക്കെയാണ്. അപ്പം എൻ്റെ അടുത്ത് സാറ് പറഞ്ഞു, നമ്മളൊരു അധികം എപ്പം വേണമെങ്കിലും പ്രതീക്ഷിക്കാം, അധികം വെയിറ്റ് ചെയ്യേണ്ടി വരൂല എന്ന് സാറ് പറഞ്ഞു. അപ്പോൾ എപ്പം വേണമെങ്കിലും പ്രതീക്ഷിക്കാം എന്ന് പറയുമ്പോൾ പുള്ളിയും പറഞ്ഞു ഓക്കെയാണ്, ബേബിയൊക്കെ ഓക്കെയാണ്, ഹെൽത്തൊക്കെ ഓക്കെയാണ്, ചെക്കപ്പൊക്കെ ചെയ്തപ്പോൾ എല്ലാം ഓക്കെയാണ് എന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് കറക്റ്റ് നമ്മൾ എങ്ങനെയാണ് പ്രസവിക്കുമോ, എപ്പോഴായിരിക്കും, എത്ര മീറ്റർ ബേബി ഇനി ഇറങ്ങി വരാനുണ്ട് എന്നൊക്കെ അറിയുന്ന PV ചെയ്യുമ്പോഴാണ്. ഈ PV എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് എനിക്ക് വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം എൻ്റെ ഒരു പൊതുവായിട്ടുള്ളൊരു സ്വഭാവം എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു പേര് കിട്ടിയാൽ മതി. പിന്നെ ഞാൻ ഫുള്ള് ഗൂഗിളും യൂട്യൂബും ഒക്കെ ആയിട്ട് ഫുള്ള് അതിൻ്റെ പുറകെ ഭയങ്കര റിസർച്ചായിരിക്കും ഞാൻ. അപ്പം PV ഞാൻ യൂട്യൂബിൽ ഫുള്ള് ഇരുന്ന് നോക്കിയപ്പം PV ഭയങ്കര വേദന എടുക്കുന്ന ഒരു സംഭവമാണ്. ഭയങ്കര വേദന എടുക്കും, നല്ല പെയിൻ ഉണ്ടാവും, സഹിക്കാൻ പറ്റാത്ത പെയിൻ ആയിരിക്കും എന്നൊക്കെ കേട്ടിട്ട് ഞാൻ ഭയങ്കര പേടിച്ചിരിക്കുകയായിരുന്നു. കാരണം സത്യമാണ് കേട്ടോ അത്. അപ്പം എല്ലാവരും ഇങ്ങനെ യൂട്യൂബിലും ഗൂഗിളിലൊക്കെ കണ്ട പോലെ തന്നെ PV ഭയങ്കര പേടിയായിരിക്കും എന്നൊക്കെ. അപ്പം ഞാൻ അന്ന് PV ചെയ്യുമോ എന്നൊക്കെ പേടിച്ചിട്ടാണ് പോയത്. പക്ഷേ PV ഒന്നും ചെയ്തില്ല. പക്ഷെ ഡോക്ടർ പറഞ്ഞു നമുക്കൊരു നെക്സ്റ്റ് വീക്ക് ഒന്നുകൂടെ നോക്കാം, PV ചെയ്ത് നോക്കാം, അപ്പോൾ കറക്റ്റ് ഡേറ്റ് അറിയാം. എന്തായാലും ഫെബ്രുവരി ലാസ്റ്റ് മാർച്ച് ഫസ്റ്റൊക്കെ ആയിട്ട്, മാർച്ച് ഫസ്റ്റ് പറഞ്ഞില്ല, ഫെബ്രുവരി ലാസ്റ്റൊക്കെ ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം എന്നാണ് പുള്ളി പറഞ്ഞത്. പക്ഷേ നെക്സ്റ്റ് വീക്ക് ഒരു 5 days കഴിഞ്ഞ് നമുക്കൊന്ന് PV ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് ഞങ്ങൾ വീട്ടിൽ പോയി. ഒരു 5 days കഴിഞ്ഞു. കാരണം ഈ പ്രഗ്നൻസി എപ്പം വേണമെങ്കിലും പ്രസവിക്കാം എന്ന് ഡോക്ടർ പറഞ്ഞുകൊണ്ട് വിശാഖ് എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. വിശാഖിനറിയാം എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ ഫുൾ സപ്പോർട്ടാണ് എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 5 days കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ഡോക്ടറിനെ കാണാൻ പോയി. ഡോക്ടറിനെ കാണാൻ പോയപ്പം ഡോക്ടർ PV നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ 5 days കഴിഞ്ഞ് എന്തായാലും ചെയ്യാമെന്ന്. അപ്പോൾ PV ചെയ്യാൻ വേണ്ടി പോയപ്പോഴാണെങ്കിൽ പുറത്ത് കുറേ പേര് PV ചെയ്യാൻ വേണ്ടി ഇരിപ്പുണ്ട്. PV ഈ ഉള്ളിൽ കയറുന്ന ആൾക്കാർ, എനിക്ക് മുമ്പേ പേര് വിളിച്ച് കയറ്റുന്ന ആൾക്കാർ PV ചെയ്യുമ്പോൾ അവിടുന്ന് അയ്യോ കാറി വിളിക്കണേക്കാം കേട്ടോ, അയ്യോ അമ്മേ പറ്റണില്ലേ എന്നൊക്കെ പറഞ്ഞ് കാറി വിളിക്കണേക്കാം. അപ്പോഴാണ് പുറത്തിരിക്കുമ്പം ഒന്നാമത് ഈ സാധനം പേടിയാണ്. അപ്പോൾ പുറത്തിരിക്കുമ്പോൾ നമ്മുടെ ഇങ്ങനെ എന്താ പറയുന്നത്, നെഞ്ചിടിപ്പ് കൂടും നമ്മൾ പേടിച്ചിട്ട്. അപ്പം അത്രയും ഒച്ച അത്രയും പുറത്തേക്ക് കേൾക്കാം. കാരണം നല്ല വേദനയുള്ളൊരു സംഭവമാണിത്. അപ്പം നെക്സ്റ്റ് എനിക്ക് PV ചെയ്യാൻ കയറിയപ്പം നല്ല പെയിനായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല. പിന്നെ എൻ്റെ കാര്യത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ
PV അധികം ഡോക്ടറിന് ഉള്ളു പരിശോധന അധികം ഉള്ളിലേക്ക് ചെയ്തു നോക്കേണ്ടി വന്നില്ല. കാരണം ബേബി ഓൾറെഡി കുറച്ചിങ്ങനെ ഇറങ്ങി വന്നിരിക്കുകയായിരുന്നു. ഡോക്ടർ പറഞ്ഞു ബേബി ഇത്ര സെൻറ്റിമീറ്റർ, ഇത്ര എന്തോ സെൻറ്റിമീറ്ററോ മീറ്ററോ എന്തോ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. കറക്റ്റ് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ ഡോക്ടർ അപ്പം തന്നെ എൻ്റെ അടുത്ത് ചോദിച്ചു നമുക്ക് എപ്പോൾ അഡ്മിറ്റ് ആവാം എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഡോക്ടറിനോട് ചോദിച്ചു, അയ്യോ ഡോക്ടർ അപ്പോൾ അതെങ്ങനെയാണ്? അപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു ബേബി വരാറായിരിക്കുകയാണ്, പ്രസവമായിരിക്കും, ബേബി തന്നെ ഇറങ്ങി വന്നോളൂ കേട്ടോ എന്ന് പറഞ്ഞു. ഡോക്ടർ ഭയങ്കര കൂളായിട്ട് പറഞ്ഞു ബേബി തന്നെ ഇറങ്ങി വന്നോളൂ കേട്ടോ, വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, പ്രസവമായിരിക്കും എന്ന് പറഞ്ഞു. അത് പിന്നെ കറക്റ്റ് പറയാം കേട്ടോ. ഡോക്ടർ PV ചെയ്ത ഉടനെ കറക്റ്റ് അത് പറയും, പ്രസവമാണോ ഓപ്പറേഷൻ ആയിരിക്കും എന്ന് പറയും. അപ്പോൾ ഉടനെ തന്നെ അഡ്മിറ്റ് ചെയ്തു. ഡേറ്റ് ഏത് വേണം എന്ന് ചോദിച്ചു. അപ്പം ഡേറ്റ് ഞാൻ പിന്നെ വിശാഖും അമ്മയായിട്ടൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് ഒരു ഡേറ്റ് ഡോക്ടറിൻ്റെ അടുത്ത് അപ്പം തന്നെ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ എന്നിട്ടും പറഞ്ഞു ഈ ഡേറ്റിനുള്ളിൽ എപ്പോഴെങ്കിലും ഇപ്പം ഇവിടുന്ന് പോയിട്ട് വീട്ടിൽ ചെന്ന് പെയിൻ വരുവാണെങ്കിൽ അപ്പം തന്നെ വന്ന് അഡ്മിറ്റ് ആയിക്കോളാൻ പറഞ്ഞായിരുന്നു. പിന്നെ എനിക്ക് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നല്ല പനി വന്നു. നല്ല പനി എന്ന് പറഞ്ഞാൽ ഭയങ്കര പനി, നല്ല പനിച്ചിട്ട് സൗണ്ടൊക്കെ നല്ലോണം മാറി. അപ്പം ഡോക്ടറിനെ നമുക്ക് ഫോൺ വഴി കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പറൊക്കെ കിട്ടും അവിടെ. അപ്പം നമ്മൾ ഫോൺ വഴി വിശാഖ കോണ്ടാക്ട് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞിരുന്നു പനി ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. കാരണം പ്രസവത്തിന് ഉള്ള ആ ഒരു സമയത്തൊക്കെ ഹെൽത്തി ബോഡി ആയിരിക്കില്ലല്ലോ. അപ്പം നമുക്ക് അത്രയും ബേബി വരാൻ വേണ്ടി പുഷും കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ. അപ്പം നമ്മൾ കുറച്ച് അവശതയായിരിക്കും. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് പനി കൂടിയ പ്രശ്നമാണ്. അപ്പം ആൻറ്റിബയോട്ടിക് തന്ന്, പക്ഷേ ആൻറ്റിബയോട്ടിക് തന്നെങ്കിലും എനിക്ക് പനി കുറഞ്ഞില്ല, പിറ്റേന്ന് ഒന്നുകൂടെ കൂടിയതേ ഉള്ളൂ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അങ്ങനെയാണ് അഡ്മിറ്റ് ആയിക്കോ, പനി കൂടി അങ്ങ് പോയി ഇതാവണ്ട എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഒരു ഡോക്ടറിനെ കണ്ടതിൻ്റെ പിറ്റേന്ന് തന്നെ പോയി അഡ്മിറ്റായി.